Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഓൾറെഡി പ്രാക്ടിക്കൽ ടാക്സേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ എക്സാം ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജിയുടെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. SC ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളെ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ദെൻ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോണേക്കാളും ആദ്യം പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തു. അതിനുശേഷം ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ എക്സാം വന്നപ്പോൾ മിക്ക പേപ്പറിലും, എസ്പെഷ്യലി പ്രാക്ടിക്കൽ ടാക്സേഷനിലൊക്കെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞത് അതേ ചോദ്യങ്ങൾ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനാണോ പേപ്പർ ഇട്ടേ, അല്ലെങ്കിൽ പേപ്പർ ഇടുന്ന കാര്യങ്ങൾ അറിയോ, കാരണം ഞാൻ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ് വന്നുള്ളത്. അപ്പോൾ എന്ന് കരുതി ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബേർഡനാ. നമ്മൾ പറയുന്ന അതേ ചോദ്യങ്ങൾ തന്നെ വരണം. ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഞാൻ എന്തായാലും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു എക്സാം കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ പിടിയിട്ടുള്ളൂ. എങ്ങനെയാണ് അവർ ഇടുന്നത്, ടഫസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ ചോദ്യങ്ങൾ വരുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും പറയാണ്, പേപ്പർ ഇടുന്നത് ഞാനല്ല. കാരണം ഭയങ്കര ബേർഡനാണ്. എൻ്റെ ചോദ്യങ്ങൾ വന്നതിന് ശേഷം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കരുത്, നിങ്ങൾ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഒന്നുകൂടിയും പറയുന്നു, നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഈ വീഡിയോയ്ക്ക് ശേഷമായിരിക്കും ചെയ്യുക. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിന് ശേഷം ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇതിന് ശേഷം ചിലപ്പോൾ ഇന്ന് വൈകിട്ട് ഈ വീഡിയോയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ലാസ്റ്റ് എക്സാമിനേഷൻ ടിപ്സ് ഉണ്ടാവും, എക്സാം റിലേറ്റഡ് ലൈവ് ഉണ്ടായിരിക്കും. ലൈവ് നാളെയോ അല്ലെങ്കിൽ തലേ ദിവസമായിട്ടായിരിക്കും ഞാൻ ചെയ്യുക കേട്ടോ. നമ്മൾ ഓൾറെഡി ലേറ്റാണ് വീഡിയോസ് ചെയ്യാൻ. നമുക്ക് M.Com 4 സെമസ്റ്ററിൻ്റെ ഒക്കെ വീഡിയോസിന് വേണ്ടിയിട്ട് ടൈം കൊടുക്കേണ്ടാവുന്നത്, അതുകൊണ്ടാണ് ലേറ്റ് ആയി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. നല്ല രീതിയിൽ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പേപ്പറാണ്, ഒന്ന് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. സോ നമുക്ക് 4 ബ്ലോക്കുകളായിട്ട് കാണാൻ സാധിക്കും. സോ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ബേസിക്സ് ആണ്, റിസർച്ച് പ്രോസസ് ആൻഡ് റിസർച്ച് പ്ലാൻ. 4 യൂണിറ്റ്സ് കാണാൻ പറ്റും അതിൽ. ദെൻ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡി ആണ് പിന്നെ വരുന്നത്. ദെൻ മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ്, ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് പ്രസന്റേഷൻ. ഇതാണ് 4 ബ്ലോക്സ്. 4 ബ്ലോക്കുകളിൽ നിന്ന് നമുക്ക് essay ഉണ്ടായിരിക്കും. ഓരോ essay അതിൽ 2 ആൻസർ കൊടുത്താൽ മതി. സോ നിങ്ങൾക്ക് പാറ്റേൺ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാർട്ട് എയിൽ നമുക്ക് ടോട്ടൽ 8 ചോദ്യങ്ങളാണ് ആദ്യത്തെ ഇതിൽ വരുന്നത്. സോ ആ 8 നിങ്ങൾ ഒരു സെക്കൻഡ്, ടോട്ടൽ 8 ചോദ്യങ്ങൾ നമുക്ക് വരുന്നു. അതിൽ 5 ആൻസർ കൊടുക്കുക, ഒരു ചോദ്യത്തിന് 2 മാർക്ക്, അങ്ങനെ 10 മാർക്സാണ് പാർട്ട് എയിൽ വരുന്നത്. ദെൻ പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ടോട്ടൽ 10 ചോദ്യങ്ങൾ ലഭിക്കും. ആ 10 ചോദ്യങ്ങളിൽ 6 ചോദ്യത്തിന് ആൻസർ ചെയ്താൽ മതി. ഒരു ചോദ്യത്തിന് 5 മാർക്ക്, അങ്ങനെ 30 മാർക്ക് വരുന്നു. ദെൻ പാർട്ട് സിയിലോട്ട് പോകുന്ന സമയത്ത് 4 essay ചോദ്യങ്ങൾ, അതിൽ 2 ആൻസർ ചെയ്താൽ മതി, ഒരു ചോദ്യത്തിന് 15 മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ 70 മാർക്സിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളുടെ കേസാണ് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 essay കിട്ടിയാൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കായി. കാരണം 70-ൽ 21 മാർക്കാണ് നമുക്ക് പാസ് മാർക്ക് വേണ്ടത്. അപ്പോൾ എല്ലാ ബ്ലോക്കുകളിൽ നിന്നും essay ഉള്ളത് കൊണ്ട് തന്നെ ബ്ലോക്ക് നമ്പർ 2ഉം ബ്ലോക്ക് നമ്പർ 4ഉം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ബ്ലോക്ക് നമ്പർ 2ൻ്റെ പ്രത്യേകത 2 യൂണിറ്റ് ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നിന്ന് essay ഇടും. അപ്പോൾ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരു essay ചോദ്യമാണ് ഇതിൽ സാമ്പിളിങ്ങിനെ പറ്റിയിട്ടുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു essay ചോദ്യമാണ്.
അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ 4 പോവുകയാണെങ്കിൽ അവിടെയും ഒരു എസ് ഉണ്ടായിരിക്കും. ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ 2 ബ്ലോക്കുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ്സായി. 2 എസ് കിട്ടി. പിന്നെ 2 മാർക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഇനി അഡീഷണൽ വീഡിയോസും കൂടി ഞാൻ ചെയ്യും. നിങ്ങളത് മാത്രം പഠിച്ച പാസ്സായിന്നേ. പിന്നെ ഞാൻ പറയുന്ന പോലെ ഈ പറയുന്ന 5 മാർക്സിന്റെ ചോദ്യങ്ങൾ കൂടി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പുഷ്പം പോലെ കിട്ടും. ഇന്റേണൽ കൂടി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾ വിഷമിച്ചിരിക്കേണ്ട, ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. ഓക്കെ, കാരണം മൊത്തം പഠിച്ച് എല്ലാതും കഴിഞ്ഞാൽ മാത്രമേ പാസ്സാകാൻ പറ്റുള്ളൂ, അങ്ങനെ ഇല്ല. ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 4 എസ് ഉള്ളതിൽ ഞാൻ 2 നിന്നും 4 നിന്നും പ്രതീക്ഷിക്കുന്ന എസ് ആദ്യം തന്നെ പറഞ്ഞുതരാണ്. കാരണം നിങ്ങൾക്ക് അത് പഠിച്ചാൽ തന്നെ പാസ്സാവാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ ബ്ലോക്ക് നമ്പർ 1 പോകുമ്പോൾ 4 യൂണിറ്റിൽ 1 യൂണിറ്റിൽ നിന്ന് എസ് ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഇപ്രാവശ്യം റിസർച്ച് പ്രോസസ്സ് യൂണിറ്റ് നമ്പർ 2 നിന്നൊരു എസ് ഉണ്ടാവാം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. യൂണിറ്റ് നമ്പർ 1 or 2 അതിൽ നിന്നാണ് കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് ബ്ലോക്ക് നമ്പർ 3 ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് അതിൽ 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ ഈ പറയുന്ന സ്കെയിലിങ്ങിനെ പറ്റിയുള്ള ചോദ്യം യൂണിറ്റ് നമ്പർ 2 നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മെഷർമെൻറ്റിലുണ്ട് ഒരെണ്ണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 1 by 1 ആയിട്ട് കിടക്കാം, ഓരോ ബ്ലോക്കിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതിലാദ്യം യൂണിറ്റ് നമ്പർ 1 ബേസിക്സ് ആണ് വരുന്നത്. റിസർച്ച് എന്താണ് എന്നുള്ളത് പഠിക്കുക. 2 മാർക്സിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആണ്. എസ്ഐക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് ബ്ലോക്ക് നമ്പർ 1 നിന്ന്. ഇനിയിപ്പോൾ എസ്ഐക്ക് ഇട്ടിട്ടില്ല എങ്കിൽ 5 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു മെത്തേഡ് എടുത്ത് ചോദിക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഏതെങ്കിലും ഒരു ടൈപ്പ്, ഇപ്പോൾ എക്സ്പ്ലോറട്ടറി റിസർച്ച് എന്താണ്, അപ്ലൈഡ് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് എന്താണ്, അങ്ങനെ ഉള്ള ഒരു ചോദ്യം 2 മാർക്സിന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു എസ് ഐ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് ഇതിനേക്കാൾ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ മറ്റ് ബ്ലോക്കുകളിലുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു റിസർച്ച് റിപ്പോർട്ടിൻ്റെ കണ്ടന്റ്, സാമ്പിളിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്, അതൊക്കെ കുറച്ചും കൂടി എളുപ്പമുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഈ പറയുന്ന മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മെത്തേഡ്സ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻ വേണം. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാലേ ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ എസ് എക്ക്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചോദ്യം. പിന്നെ നെക്സ്റ്റ് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് റിസർച്ച് അപ്രോച്ചസ്. നോക്കിക്കോളൂ കേട്ടോ, ഇൻഡക്റ്റീവ് ഉണ്ട്, ഡിഡക്റ്റീവ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂണിറ്റ് നമ്പർ 1 നിന്ന് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 2 ആണ്. അതിൽ റിസർച്ച് പ്രോസസ്സാണ്. അഗെയിൻ യൂണിറ്റ് നമ്പർ 1 ആ മെത്തേഡ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എസ് സിക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ റിസർച്ച് പ്രോസസ്സ്. അതൊരു പ്രാവശ്യം 5 മാർക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസ് ഐക്ക് സ്കോപ്പുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അത് ആ രീതിയിൽ പഠിക്കുക. ദെൻ നെക്സ്റ്റ് 5 മാർക്സിൻ്റെ റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എല്ലാ പ്രാവശ്യവും വരുന്നതാണ്. അപ്പോൾ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ നേച്ചർ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കണ്ടുവരുന്നത്. അപ്പോൾ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഇമ്പോർട്ടൻസ് 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കും. എന്താണ് റിസർച്ച് പ്രോബ്ലം എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും. അപ്പോൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ലിറ്ററേച്ചർ റിവ്യൂവിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ എന്താണ് എന്നുള്ളത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം. ആ രീതിയിൽ ഒരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളത് നോക്കിക്കോളൂ, 2 മാർക്കിൻ്റെ മാത്രം. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് വരുന്നത് റിസർച്ച് ഡിസൈൻ ആണ്. സോ റിസർച്ച് ഡിസൈൻ്റെ നീഡ്സ് 5 മാർക്സിൻ്റെ നോക്കി വയ്ക്കുക കേട്ടോ. അതാണ് ഞാൻ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത് ഇതിൽ നിന്ന്. പിന്നെ അതാണ് ഞാൻ മെയിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നെക്സ്റ്റ് റിസർച്ച് പ്രപ്പോസലാണ്. അതിൻ്റെ പ്രോസസ്സ് ഒരു SC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വീണ്ടും ഇടുക എന്നുള്ളത് അറിയില്ല, എന്തായാലും നോക്കി വയ്ക്കാം. ഈ ഒരു ബ്ലോക്കിൽ നിന്ന് SCക്ക് സ്കോപ്പുള്ള 3 ടോപ്പിക്കുകളിൽ ഒരെണ്ണമാണ് റിസർച്ച് പ്രപ്പോസലിൻ്റെ ടോപ്പിക്ക്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റിസർച്ച് ഡിസൈനാണ് ചോദിച്ചത്.
അപ്പോൾ ഇപ്രാവശ്യം അതെന്നെ വീണ്ടും ചോദിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എത്രത്തോളം. അപ്പോൾ റിസർച്ച് പ്രപ്പോസൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ റിസർച്ച് പ്രോസസ്സ് പറഞ്ഞു, അതുപോലെ തന്നെ മെത്തേഡ്സ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ബ്ലോക്കിൽ നിന്ന്. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് നമ്പർ 2 ആണ് സാമ്പിളിങ്. അപ്പോൾ ഇതിൽ നിന്നൊരു എസ്സേ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു സെൻസസും സാമ്പിളിങ്ങും നിർബന്ധമായും പഠിക്കുക. അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ നോക്കി വെച്ചോളൂ, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്. പിന്നെ സാമ്പിളിങ് ടെക്നിക്കാണ്, എസ്സേ ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിക്കുക കേട്ടോ. എസ്സേക്ക് ഞാനത് പ്രതീക്ഷിക്കുന്നു ഇപ്രാവശ്യം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുള്ള പല മെത്തേഡുകൾ, ഇപ്പോൾ മൾട്ടി സ്റ്റേജ് എന്താണ്, കൺവീനിയൻസ് എന്താണ്, ക്വാട്ട, ഇതൊക്കെ 2 മാർക്കിൻ്റെലേക്ക് സെപ്പറേറ്റ് വിടാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഇനി ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വീഡിയോ അടുത്ത് ചെയ്യും, അപ്പോൾ അത് ആ രീതിയിൽ നോക്കാം. പിന്നെ സാമ്പിൾ സൈസ് എന്താണെന്നുള്ളത്, ഒപ്റ്റിമം സാമ്പിൾ സൈസ് എന്താണ് 2 മാർക്കിൻ്റെലേക്ക് നോക്കി വെച്ചോളൂ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ബ്ലോക്കിൽ നിന്ന് അത്രയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സാമ്പിളിങ് എറേഴ്സ് ഉണ്ട്, സാമ്പിളിങ് എറർ നോക്കണം കേട്ടോ. ഷുവർ ക്വസ്റ്റ്യനിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്നത് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഷുവർ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് എന്തെങ്കിലും നന്നായിട്ട് വെയിറ്റ് ചെയ്തോളൂ. സാമ്പിളിങ് എറേഴ്സ്. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 3, മെഷർമെൻറ്റ്, സ്കെയിലിംഗ്, ഡാറ്റ കളക്ഷൻ. 3 യൂണിറ്റ് ആണ് ഇതിലുള്ള. അപ്പോൾ ഇതിൽ എസ്സേക്ക് സ്കോപ്പുള്ള ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വാരിയബിൾസ് എന്താണെന്ന് നോക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് വാരിയബിൾ എന്ന് പറയുന്നത് ഒരു എസ്സേ ടോപ്പിക്കാണ്. നോക്കി വയ്ക്കാം, എന്തായാലും അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള വാരിയബിൾസിൻ്റെ ഒരു ചോദ്യം. ഇതൊരു എസ്സേ ടോപ്പിക്കാണ്. പിന്നെ മെഷർമെൻറ്റ് നോക്കി വയ്ക്കാം. പിന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇനി ഷുവർ ക്വസ്റ്റ്യനിൽ പറയാം. നെക്സ്റ്റ് വരുന്നത് സ്കെയിലിംഗ് ടെക്നിക്സ് ആണ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽ, അതൊരു എസ്സേ ടോപ്പിക്കാണ് കേട്ടോ. ഈ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ്, റേഷ്യോ, ഓർഡിനൽ. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. സോ ദാറ്റ് അതൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷേ ഇതിൽ നിന്ന് എസ്സേ പ്രതീക്ഷിക്കുന്നത് ഇതാണ്. വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കിക്കോളൂ. നെക്സ്റ്റ് ഡാറ്റ കളക്ഷൻ ആണ് അടുത്തതായിട്ട് വരുന്നത്. അതിൽ ടൈപ്സ് ഓഫ് ഡാറ്റ, പ്രൈമറി, സെക്കൻഡറി, അതെന്താണെന്നുള്ള ബേസിക് കാര്യങ്ങൾ നോക്കി വെച്ചോളൂ. പിന്നെ നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് ക്വസ്റ്റ്യനെയർ എന്താണ്, നിർബന്ധമായും പഠിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിക്കോട്ടമസ്, ഇതൊക്കെ നോക്കണം, എസ്സേക്ക് പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യനെയറും ഇൻ്റർവ്യൂവും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിനെ പ്രതീക്ഷിക്കുന്നു. പൈലറ്റ് സ്റ്റഡിയുടെ യൂസസ് 5 മാർക്കിനോ 2 മാർക്കിനോ ഇടാം, നോക്കിക്കോളൂ കേട്ടോ. ദെൻ മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 4, ഇതിൽ നിന്ന് ഞാൻ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യം റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ് എസ്സേക്ക്. അപ്പോൾ അത് നിർബന്ധമായും നോക്കുക. പിന്നെ ഡാറ്റ പ്രോസസ്സിങ്, ആദ്യം ഡാറ്റ പ്രോസസ്സിങ് കാണാം. 6 സ്റ്റേജസ് ഓഫ്, ഒന്നെങ്കിൽ ഈ ബ്ലോക്കിൽ നിന്ന് ഡാറ്റ പ്രോസസ്സിങ് എന്താണ്, അതിൻ്റെ 6 സ്റ്റേജസ് വിത്ത് മെത്തേഡ്സ്, ഇത് മിക്സ് ചെയ്തിട്ട്, കാരണം എന്നാലേ എസ്സേക്ക് ഉണ്ടാവുള്ളൂ. 15 മാർക്കിനുള്ളത് ഒറ്റ ടോപ്പിക്കില്ല. അതല്ലെങ്കിൽ റിസർച്ച് റിപ്പോർട്ട് കൂടുതൽ, അതുകൊണ്ട് തന്നെ ഞാൻ റിസർച്ച് റിപ്പോർട്ടാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലുള്ളത് അനാലിസിസ് ഓഫ് ഡാറ്റയാണ്. അനാലിസിസ് ഓഫ് ഡാറ്റ കഴിഞ്ഞ പ്രാവശ്യം എസ്സേക്ക് ചോദിച്ചു, റിപ്പീറ്റ് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണെന്നൊക്കെ 2 മാർക്കിനുള്ളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ്. ഇപ്പോൾ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റിസർച്ച് റിപ്പോർട്ട് അത് നോക്കുക, അതുപോലെ തന്നെ കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് നോക്കുക. ഇത് രണ്ടും നോക്കണം കേട്ടോ. ഈ രണ്ടും എസ്സേക്ക് മാറി മാറി വരുന്നതാണ്. ഡോക്യുമെൻറ്റേഷൻ എന്താണ് നോക്കി വയ്ക്കണം. സൈറ്റേഷൻ, റെഫറൻസിങ് ഒക്കെ 2 മാർക്കിന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്ലേജറിസം അഗെയിൻ 2 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് വരുന്നതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ മൊത്തം ഡീറ്റെയിൽസ്.
അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ നിങ്ങൾ മിനിമം പഠിക്കേണ്ട കാര്യങ്ങൾ, മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, SAQ വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ആദ്യം എൻ്റെ ഒരു സജഷനാണ്, ആദ്യം എന്ത് പഠിക്കുക, ഈ പറയുന്ന പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡിയിൽ സാമ്പിളിങ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഡാറ്റ പ്രോസസ്സിങ് ആൻഡ് പ്രസൻറ്റേഷൻ, റിസർച്ച് റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുക. അതിനുശേഷം ഈ പറയുന്ന റിസർച്ച് പ്രോസസ്സ് യൂണിറ്റ് നമ്പർ 2 നോക്കുക. പിന്നെ ബ്ലോക്ക് നമ്പർ 3 പോണ സമയത്ത് സ്കെയിലിംഗ് ഉണ്ട്, ആ സ്കെയിലിംഗ് നോക്കുക, ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മിനിമം പഠിക്കുക, അതിനുശേഷം ബാക്കിയുള്ള ഏരിയസിലോട്ട് പോകുക. അപ്പോൾ ഞാൻ വീണ്ടും പറയണു, എൻ്റെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടി മൈന്യൂട്ടായിട്ട് നോക്കിയിട്ടുള്ള കവടി നിരത്തിയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ ആയിരിക്കും. അത് ചിലപ്പോൾ അല്ല, ഭൂരിഭാഗം വലിക്കാറുണ്ട്. ആദ്യത്തെ ഒരു എക്സാം കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ല ആ പാറ്റേൺ. എന്നാലും അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും നെക്സ്റ്റ്. അപ്പോൾ ആ വീഡിയോ ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രം പഠിച്ചു പോണ പരിപാടി അങ്ങനെ ആവരുത്. എന്നാലും അതിൽ നിന്ന് മിക്കതും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എൻ്റെ വരാൻ പോകുന്ന ആ സീരീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.